7 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ആ 7 ചോദ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ പ്രവേശനം വേണോ വേണ്ടിയോ എന്നുള്ള ചോദ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തേണ്ട കാര്യമില്ല. അത് കോടതിയുടെ ഭാഗമായിട്ട് ഭരണഘടനാപരമായിട്ടുള്ള പരിശോധനയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഫലപ്രദമായിട്ട് അറിവുള്ള ആളുകൾ, അത് ആചാരത്തിൻ്റെയോ ആവാം പരിഷ്കാരത്തിൻ്റെയോ ആവാം, അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അന്നേ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. അവസാനത്തെ ക്യാബിനറ്റിൽ കൊണ്ട് ഇത് വെച്ചത്, ഇത് കഴിഞ്ഞ സുപ്രീം കോടതിയിൽ ഈ കേസെടുത്തപ്പോൾ ഗവൺമെന്റ് ഒരു നിലപാടുണ്ടായിരുന്നില്ലല്ലോ. അത് പറഞ്ഞാൽ മതി. ഇതിനേക്കാൾ വലിയ മലക്കം മറിച്ചില്ലേ, മനസ്സിലായില്ലേ, കീഴ്മേൽ മറിച്ചില്ലേ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല. സമയം എടുത്തന്നില്ല, സമയം. അതിന് കേരളം ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. നമസ്കാരം. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാട് തിരുത്താനാണ് സർക്കാർ തീരുമാനം. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാട് തിരുത്തി സർക്കാർ കോടതിയിൽ പുതിയ നിലപാട് അറിയിക്കും. ശബരിമലയിൽ ആചാര സംരക്ഷണം വേണമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പക്ഷേ ചോദ്യങ്ങളോട് കൃത്യമായി മറുപടി നൽകാതെ CPM സംസ്ഥാന സെക്രട്ടറി ഒളിച്ചുകളിച്ചു. ആവർത്തിച്ചു പറഞ്ഞത് ഒന്നു മാത്രം: സർക്കാർ എന്നും വിശ്വാസികൾക്കൊപ്പം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിശ്വാസികളെ ഒപ്പം നിർത്താനാണ് സർക്കാരിന്റെ മലക്കം മറിച്ചിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്നാലെയാണ് യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരും നിലപാടിൽ മലക്കം മറിയുന്നത്. നവോത്ഥാന സമിതിയും വനിതാ മതിലും തീർത്ത് യുവതീ പ്രവേശനത്തിന് അനുകൂലമായി നിന്ന സർക്കാർ പുതിയ നിലപാട് എങ്ങനെ ജനങ്ങളോട് വിശദീകരിക്കും? യുവതീ പ്രവേശനത്തിൽ ഉറച്ച നിലപാട് പറയാൻ സർക്കാരിന് മടി എന്താണ്? 4 വോട്ടിന് വേണ്ടിയാണോ സർക്കാരിന്റെ ഈ നിലപാട് മാറ്റം? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ഈ വിഷയത്തിൽ എനിക്കൊപ്പം അതിഥികൾ ചേരുകയാണ്. ശ്രീ M. ജയചന്ദ്രൻ, CPM സഹയാത്രികൻ; ശ്രീ TK രാജഗോപാൽ, മാധ്യമപ്രവർത്തകൻ; രാഹുൽ ഈശ്വർ, അയ്യപ്പ സംരക്ഷണ സമിതി പ്രതിനിധി; ശ്രീ റോണി K. ബേബി, കോൺഗ്രസ് പ്രതിനിധി; മനു പ്രസാദ്, BJP പ്രതിനിധി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ TK രാജഗോപാലിലേക്ക്. ശ്രീ TK രാജഗോപാൽ, ഇങ്ങനെ ഒരു സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ചുണ്ടാകും എന്നത് വളരെ വ്യക്തമായിരുന്നു. 14-ന് മുൻപ് നിലപാട് അറിയിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സർക്കാർ ആചാര സംരക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് എത്തുകയാണ്. ഇത് ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ നിലപാടിലേക്ക് സർക്കാർ എത്തുമ്പോൾ ഈ വിഷയം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിക്കാതെ പോകും എന്നതാണോ മനസ്സിലാക്കേണ്ടത്? രേണുക, നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്തും ക്യാബിനറ്റ് യോഗം കഴിഞ്ഞിട്ടില്ല. ഈ വിഷയം ഇന്ന് ക്യാബിനറ്റിൽ വരുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ വിവരം പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ 3 മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത്. അദ്ദേഹം പറഞ്ഞത് CPM പാർട്ടി എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണ്. വിശ്വാസികൾ, ആ വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിച്ചു. അതുപോലെ ശബരിമലയിലെ ആചാരം സംരക്ഷിക്കണം, അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. പക്ഷേ നവോത്ഥാനം വേണം, അതിനോടൊപ്പം തന്നെ നവോത്ഥാനം വേണം, പുരോഗമന ആശയങ്ങൾ വേണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്, സർക്കാർ തീരുമാനമെടുക്കാതിരിക്കാൻ സാധ്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള 3-അംഗ ബെഞ്ചാണ് അവരുടെ മുമ്പാകെ നാളെ സത്യവാങ്മൂലം കൊടുക്കണമെന്നാണ് പറയുന്നത്. നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അതേപോലെ ഒപ്പം തന്നെ അത് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. 9-അംഗ ബെഞ്ചാണ് ഇത് കേൾക്കുന്നത്. അപ്പൊ കേരള സർക്കാരിന് ഇത് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അപ്പൊ ഇന്ന് ക്യാബിനറ്റിൽ തീർച്ചയായിട്ടും അത് വന്നിരിക്കും. എനിക്ക് തോന്നുന്നത് ഗോവിന്ദൻ മാഷ് പറഞ്ഞ കൂട്ടത്തില് അത്ര ക്ലാരിറ്റി ഇല്ലാതാണ് ഒരു സംസാരം വന്നത്. അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തില് സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊരു വരിയുടെ അതിനകത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പഴയ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊരു വാചകം കൂടെ അതിനകത്ത് വന്നിരുന്നു. പക്ഷേ സർക്കാർ തീരുമാനമാണ്, ഗവൺമെന്റ് തീരുമാനം ഇപ്പൊ വരണം. എനിക്ക് തോന്നുന്നു മറ്റൊരു വിഷയം കൂടെ ഇതിനകത്തിൽ ഉണ്ടാകും. ഒരു പക്ഷെങ്കിൽ ഘടകകക്ഷിയെ കൊണ്ട് ബോധ്യപ്പെടുത്തണം. CPM മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ വിഷയത്തില്. CPI അടക്കമുള്ള ഘടകകക്ഷികളെ കൂടെ ഇന്നത് ബോധ്യപ്പെടുത്തിയ ശേഷം ക്യാബിനറ്റിൽ വെച്ചിട്ട് ഇതിനകത്തൊരു ഫൈനൽ തീരുമാനം ഉണ്ടാകും. എന്തായാലും അനുകൂലമാണ് യുവതീ പ്രവേശന ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ നിലപാട് മാറ്റം വരികയാണ്. നമ്മൾ പറഞ്ഞില്ലേ, യു ടേൺ
ആ യു ടേൺ അവിടെ സംഭവിക്കാൻ പോവുകയാണ്. തീർച്ചയായും ആവർത്തിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഈ സൂചിപ്പിച്ചതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി നൽകിയില്ല. പക്ഷെ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം എന്നാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന ഏക കാര്യം ഞങ്ങൾ മുൻ നിലപാടിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്നതാണ്. വിശ്വാസികൾക്കെതിരായ യാതൊന്നും തന്നെ കോടതിയിൽ സ്വീകരിക്കില്ല എന്നതാണ്. ബാക്കി വ്യക്തത ഉണ്ടാകട്ടെ. ഈ പറഞ്ഞതുപോലെ മന്ത്രിസഭാ യോഗം നടക്കുന്നതേ ഉള്ളൂ. വ്യക്തമായ മറുപടി എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. കോടതി കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ മന്ത്രിമാരോട് ഉൾപ്പെടെ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാടില്ല എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നതായിരുന്നു. ഞാൻ മറ്റ് അതിഥികളിലേക്ക് കൂടി പോവുകയാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, നോക്കൂ, ഇത് ഒരിക്കൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഈ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നതിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ചില കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷയങ്ങൾക്ക് ഉത്തരം തേടുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. അവിടെ 7 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ 7 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. യുവതീ പ്രവേശനത്തിന് അനുകൂലമാണോ അല്ലയോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല കോടതി എന്നൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകാതെ കോടതി ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാരിനെ സംബന്ധിച്ച് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും സുപ്രീം കോടതി ഇന്ത്യയിലെ അവസാനത്തെ ഭരണഘടനാ വിഷയങ്ങൾ തീരുമാനിക്കുന്ന കോടതി ആയതുകൊണ്ട് നിയമത്തിന്റെ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. ഓരോ കേസിലും ഓരോ നിയമപ്രശ്നങ്ങളാണ് വരുന്നത്. ഈ കേസിനകത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നിയമപ്രശ്നങ്ങളിൽ മതത്തിന്റെ സ്വാധീനം എത്രയുണ്ട്, ഇന്ത്യയുടെ ഭരണഘടനയുടെ കീഴിലുള്ള മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സിന് വിധേയമായിട്ടാണോ, അതേപോലെ തന്നെ മതസ്വാതന്ത്ര്യം പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ആർട്ടിക്കിൾ 25 പറയുന്നത് വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്. പിന്നെ ആർട്ടിക്കിൾ 26 പറയുന്നത് വിവിധ ഡിനോമിനേഷൻസ്, അതായത് സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു അവകാശം കൊടുത്തിരിക്കുകയാണ്. അതൊരു ഗ്രൂപ്പ് റൈറ്റ് എന്ന് പറയും. ആ ഗ്രൂപ്പ് റൈറ്റ് എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല ഇതുപോലുള്ള വിഷയങ്ങളാണ് 7 ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്, കോടതി ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതിന്റെ പുറത്ത് ആർഗ്യുമെന്റ് നടക്കും. അതില് കോടതിക്ക് വേണമെങ്കിൽ അത് വീണ്ടും റീഫ്രെയിം ചെയ്യാൻ പറ്റും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന വേളയിൽ വേണമെങ്കിൽ കുറച്ചുകൂടി വിശാലമായിട്ട് അതിനുള്ള അർത്ഥം വ്യാഖ്യാനിക്കാം, വേണമെങ്കിൽ ചോദ്യങ്ങൾ വീണ്ടും റീഫ്രെയിം ചെയ്യാം, ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ കോടതി കണ്ടെത്തുന്ന ഉത്തരങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതായിരിക്കും. കോടതി ഇപ്പോൾ മതത്തിന്റെ സ്വാതന്ത്ര്യം, ഭരണഘടന തന്നിരിക്കുന്ന മതസ്വാതന്ത്ര്യം അപരിമേയമല്ല, അത് അപരിമിതമല്ല, അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയും. ബാക്കി എല്ലാ മൗലികാവകാശങ്ങൾക്കും ഉള്ളതുപോലെ ചില ന്യായമായിട്ടുള്ള കടിഞ്ഞാണുകൾ അതിനുണ്ട്. അത് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. പബ്ലിക് ഓർഡർ, ഹെൽത്ത്, മൊറാലിറ്റി എന്ന് പറയുന്നുണ്ട് ആർട്ടിക്കിൾ 25. അത് കൂടാതെ ഒരു കാര്യം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സബ്ജക്ട് ടു അതർ റൈറ്റ്സ് ഇൻ ദിസ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് ബാക്കി മൗലികാവകാശങ്ങൾക്കെല്ലാം വിധേയമായിട്ട് വേണം ഈ മതസ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ. അതായത് ബാക്കി മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണ്? തുല്യത, നിയമത്തിന് മുന്നിലുള്ള തുല്യത, വിവേചനം പാടില്ല എന്ന്. വിവേചനം ഏത് രീതിയിലാകാം? സ്ത്രീ പുരുഷ വിവേചനമാകാം, ജനിച്ച പ്രദേശത്തിന്റെ പുറത്താകാം, കാസ്റ്റിന്റെ പുറത്താകാം വിവേചനം, റിലിജന്റെ പുറത്താകാം. ഇങ്ങനെയുള്ള യാതൊരു വിവേചനവും ഇല്ലാതെ വേണം നിങ്ങളുടെ മതസ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഒരു വിവേചനം ഉണ്ട്, ഇതാണ് ഞങ്ങളുടെ ആചാരം എന്ന് പറഞ്ഞാൽ ആചാരം നിൽക്കില്ല. കാരണം ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും ആ വിവേചനം കൂടാതെയുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. ഭരണഘടന തന്നിരിക്കുന്ന, വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ മൗലികാവകാശം എന്ന് പറയുന്നത് വിവേചനം കൂടാതെ അത് ആ മതസ്വാതന്ത്ര്യം വിനിയോഗിക്കാം. ഡോക്ടർ അംബേദ്കർ ഈ ഭരണഘടന അസംബ്ലി ഡിബേറ്റ്സിൽ പറഞ്ഞത്, നമ്മൾ ഈ മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഈ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു റെസ്ട്രിക്റ്റഡ് മീനിങ് കൊടുക്കണം. അതിന് ചുരുങ്ങിയ ഒരു വ്യാഖ്യാനം കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മതങ്ങൾക്കകത്ത് ഒരാൾ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റി വലിയ ഒരു കാര്യം പറയുന്നുണ്ട്. ഹിന്ദു മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ഒക്കെ അതെല്ലാം മതസ്വാതന്ത്ര്യത്തിന്റെ കീഴിൽ വരുമെങ്കിൽ പിന്നെ തുല്യത എന്നുള്ള വാക്കിന് യാതൊരു അർത്ഥവും ഇല്ലാതാവും. ഭരണഘടന വാഗ്ദാനം ചെയ്തിരിക്കുന്ന ബാക്കി മൗലികാവകാശങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവും ഇല്ലാതെ ആയിപ്പോ. അതുകൊണ്ട് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അനുശാസിക്കുന്ന പോലെയൊക്കെ ആളുകൾക്ക് ഫോളോ ചെയ്യാം. എവിടെ വരെയാണ്? ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായിരിക്കരുത്. വിരുദ്ധമാണെങ്കിൽ അത് നിൽക്കില്ല, ഭരണഘടനാ വിരുദ്ധമായി പോകുന്നത്. അതാണ്. തീർച്ചയായും അങ്ങനെ വളരെ വിശാലമായ പരിശോധനയാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. 7 ചോദ്യങ്ങളാണ് സർക്കാരിനോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ മറുപടി പറയുന്നു എന്നതാണ് സാഹചര്യം. ശ്രീ എം ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ എന്താണ് സർക്കാരിന്റെ യുവതി പ്രവേശനത്തിലുള്ള ഇപ്പോഴത്തെ നിലപാട് എന്നത് കഴിഞ്ഞ ഒരു മാസമായി CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളോട് ചോദിച്ചാൽ മറുപടി കൃത്യമല്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുമ്പോഴും അദ്ദേഹം ഒളിച്ചു കളിക്കുന്ന തരത്തിൽ പല കാര്യങ്ങൾ പറയുകയാണ്. ആവർത്തിച്ച് പറയുന്ന ഒരേ ഒരു കാര്യം, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നു. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി, അത്
ഈ നിലവിലത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ ഒരു നിലപാട് പറയും എന്നതാണ്. അങ്ങനെ സാഹചര്യം അനുസരിച്ച് നോക്കി നിലപാടെടുക്കേണ്ടുന്ന വിഷയമാണോ ഇത്? അങ്ങനെയൊന്നുമല്ല. സുവ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ മാധ്യമങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചു പോരുന്ന ഒരസത്യം ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ പുതിയ സത്യവാങ്മൂലം സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവമേ നാളിതുവരെ ഉണ്ടായിട്ടില്ല. വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ 2007 നവംബർ മാസം 13 ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള എസ് കലേഷ്, അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം കൊടുത്തൊരു സത്യവാങ്മൂലം, ഗവൺമെന്റിന് വേണ്ടി കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലമാണ് ഇപ്പോഴും വാലിഡ് ആയിട്ട് സുപ്രീം കോടതിയിൽ ഉള്ളത്. അതിന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല സംസ്ഥാന സർക്കാർ. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള, അതിന്റെ 4ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ അറിയാം അത്. പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇത് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഭരണഘടന അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വിവേചനവും സംസ്ഥാന സർക്കാരും അംഗീകരിക്കുന്നില്ല. അതേസമയം ഈ പ്രശ്നം, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഗണിക്കുമ്പോൾ അതൊരു വിഷയമായി വരികയാണെങ്കിൽ സർക്കാരിന്റെ നിലപാട് ഇതാണ്. ആ നിലപാട് ഈ സമുദായത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ വിളിച്ചു കൂട്ടുക, ആത്മീയ ആചാര്യന്മാരായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ തേടുക, എന്നിട്ട് ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായി ഒരു സമവായത്തിൽ എത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതാണ് നിലപാട്. ഇത് 2007 നവംബർ 13 സമർപ്പിച്ചിട്ടുള്ളതാണ്. അതിന് അനുസൃതമായ കാര്യങ്ങൾ മുമ്പോട്ട് പോകവേ ആണ് 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നത്. അതോടുകൂടി എല്ലാം അപ്രസക്തമായി. പിന്നെ റൂൾ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് ഈ സുപ്രീം കോടതി വിധിയാണല്ലോ, എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ബാധകമായിട്ടുള്ള പരമോന്നത കോടതിയുടെ വിധിയാണ്. അതിനെതിരെയാണ് 19 20 പുനഃപരിശോധന ഹർജികൾ. ആ ഹർജികളാണ് കഴിഞ്ഞ മാസം സുപ്രീം കോടതി പരിഗണനയ്ക്ക് എടുത്തപ്പോൾ ഈ 14 മാർച്ച് 14 അഗ്രീഡ് പാർട്ടീസിന് അവരവരുടെ നിലപാടുകൾ പറയാനുള്ള അവസരം കൊടുക്കുന്നത്. ഇനി ഇത് വരുന്നത് ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ 2 ഫേസ് ആയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. 2 ഘട്ടമായി വാദവും എതിർവാദവുമായിട്ട് ഉന്നയിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് എപ്പോഴാണ് വരിക? ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് 2007 നവംബർ 13 വ്യക്തമാക്കി സമർപ്പിച്ച സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള. തീർച്ചയായും അങ്ങനെ ഒരു ന്യായീകരണം ഇപ്പോൾ പറയുന്നുണ്ട്. 2007 പറഞ്ഞതിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഉണ്ടായിട്ടുള്ളതെന്നും. അത് ന്യായീകരണം താങ്കളോട് ആര് പറഞ്ഞു? ന്യായീകരണം സുപ്രീം കോടതിയിൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാണോ സുപ്രീം കോടതി സത്യവാങ്മൂലം സമർപ്പിക്കുന്നത്? അങ്ങനൊന്നും പറയരുത്. ശ്രീ ജയചന്ദ്രൻ, ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിയാക്കിയില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ വിഷയം ഉയർന്നപ്പോൾ നിയമമന്ത്രിയോട് ചോദിക്കുമ്പോഴൊക്കെ ഈ രീതിയിലുള്ള വിശദീകരണം തന്നു. സമാനമായ കാര്യമാണ് താങ്കളും ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഈ നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യുവതീ പ്രവേശന വിധി വന്ന സമയത്ത് എന്താണ് പറഞ്ഞത് എന്നത് നമുക്ക് മുന്നിലുള്ള കാര്യമാണല്ലോ. യുവതീ പ്രവേശനത്തിന് എങ്ങനെയാണ് നിലപാടെടുത്തതെന്ന് നമുക്ക് മുന്നിലുള്ളതാണല്ലോ. അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമല്ലോ. എതിർ അഭിപ്രായം പറഞ്ഞ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം മന്ത്രിയെയും തിരുത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. മാത്രവുമല്ല, നവോത്ഥാന മതിൽ തീർത്തുകൊണ്ടും നവോത്ഥാന സന്ദേശങ്ങൾ നൽകിക്കൊണ്ടും എങ്ങനെയാണ് അവർ ഈ സന്ദേശം പ്രചരിപ്പിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊരു നിലപാട് ആണ് എന്നതാണല്ലോ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയാണ് കരുതിയിരുന്നത്. അതൊരു നിലപാട് പ്രഖ്യാപനമാണെന്ന്, അതൊരു പുരോഗമന നിലപാടായിരുന്നു. അത് മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പോൾ ആ കാര്യം ആരും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ സുപ്രീം കോടതി വിധിയെ പോലും തെറ്റായി വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്ന നിലപാടുകളോടും നടപടികളോടും എന്താണ് പറയാൻ കഴിയുക? അതൊക്കെ അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനേ ഇല്ല. കാരണം ഈ സുപ്രീം കോടതി വിധി ഒന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ഈ വിമർശിക്കുന്നവരോട് എനിക്കൊരു അപേക്ഷയുള്ളൂ, ജസ്റ്റ് ഒന്ന് എടുത്ത് വായിക്കുകയെങ്കിലും നവോത്ഥാന മതിൽ തീർക്കേണ്ടതുണ്ടായിരുന്നോ? കോടതി അങ്ങനെ ഒരു ഉത്തരവിട്ടോ? നിങ്ങൾ നവോത്ഥാന മതിൽ തീർക്കൂ എന്ന് ഉത്തരവിട്ടിട്ടാണോ നവോത്ഥാന മതിൽ കെട്ടിയത്? എന്തിനാണ് താങ്കൾ എന്റെ വായിലേക്ക് പുതിയ വടികൾ തിരികെ കയറ്റുന്നത്? എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം തരണ്ടേ? താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതെങ്കിലും ആദ്യം അംഗീകരിക്കണം. ഞാൻ മറുപടി പറയട്ടെന്ന്. ഇത് സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? സുപ്രീം കോടതി റൂൾ 3B റദ്ദാക്കി. എന്താണ് റൂൾ 3B? റൂൾ 3Bയിൽ എന്താണ് പറയുന്നത്? 1965 കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു ആക്ട് ഉണ്ട്. ഈ 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളെ ശബരിമലയിൽ വിലക്കുന്ന
കേരള ഹിന്ദു പബ്ലിക് റിലീജിയസ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി റൂൾസ്, പിന്നെ അതാണ് റദ്ദാക്കിയത്. റൂൾ 3B റദ്ദാക്കി. അതാണ് ബേസിക് ആയിട്ട് നിൽക്കുന്ന ഇഷ്യൂ. അപ്പോഴാണ് മറ്റേ പുനഃപരിശോധനാ ഹർജികൾ 63 അങ്ങോട്ട് ചെല്ലുന്നത്. അതാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇത് ഭരണഘടനാ കോടതിയാണെന്ന് പരമോന്നത കോടതിയുടെ പ്രത്യേക ഭരണഘടന 9 അംഗ ഭരണഘടനാ ബെഞ്ച് അവരാണത് വ്യാഖ്യാനിച്ച് തീരുമാനം എടുക്കാൻ പോകുന്നത്. അവിടെ നിങ്ങൾ സർക്കാരിന് രേണു എന്നോട് ചോദിക്കുന്ന ചോദ്യം ഈ നാളത്തെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാടെന്നുള്ളതാണല്ലോ. ആ നിലപാട് പറഞ്ഞുകൊണ്ടിരുമ്പോൾ താങ്കൾ അവിടുന്ന് ചാടിപ്പോയി 2018 നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? ഇത് എന്ത് റിലവൻസ് ആണ് അതിനുള്ളത്? നാളത്തെ കാര്യം ചോദിക്കുമ്പോൾ അതാണ് ഞാൻ പറയുന്നത് മറുപടി. പക്ഷെ താങ്കൾ വീണ്ടും 18ലേക്ക് ചാടിപ്പോവുകയാണ് ചെയ്യുന്നത്. കഴിയില്ല. അത് സുപ്രീം കോടതി നിലപാട് പരമാവധി വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഇരുന്ന പുനഃപരിശോധന ഹർജികൾ ആ കോടതി എടുക്കണമോ വേണ്ടയോ എന്ന് പോലും ഇനി ആലോചിക്കുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതാണ് സാധാരണഗതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പുനഃപരിശോധന ഹർജി സുപ്രീം കോടതി വെച്ചെന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അത് പിന്നെ വിധി പറഞ്ഞ ജഡ്ജിമാർ തന്നെ അത് കേൾക്കുന്നത്. അങ്ങനെയല്ലേ നാളിതുവരെയുള്ള എല്ലാ ചരിത്രങ്ങളും അങ്ങനെയല്ലേ? ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത് ഭരണഘടനാ കോടതിക്ക് മാറ്റി 5 അംഗ ബെഞ്ച് 7 അംഗ ബെഞ്ചായി, 7 അംഗ ബെഞ്ച് 9 അംഗ ബെഞ്ചായി. ആ തരത്തിൽ വളരെ വൈവിധ്യപൂർണമായ ഒരു വിധി ഇക്കാര്യത്തിൽ വരണം. എല്ലാ കാര്യങ്ങളും കോംപ്രിഹെൻസീവായിട്ട് പരിഗണിക്കണം എന്ന് കോടതി തന്നെ കാണുകയാണ്. അപ്പൊ ഇത് ശബരിമലയെ മാത്രമായിട്ട് ബാധിക്കാൻ പോകുന്ന കേസല്ല. ഭാവിയിൽ ഇന്ത്യയിൽ എവിടെ വരാൻ പോകുന്ന കേസുകൾക്കും ഇതായിരിക്കും അടിസ്ഥാന വിധിയായിട്ട് വരിക. അത്തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോടതി വിധിയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ വളരെ നിസ്സാരമായി ചർച്ച ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഗൗരവപ്പെട്ട ഒരു അർത്ഥമാണിത്. ശരി, അത്രയും ഗൗരവപ്പെട്ട വിഷയമാണ്. വിശാല ബെഞ്ച് പരിശോധിക്കുകയാണ് ഈ വിഷയങ്ങൾ. ഇത് ശബരിമലയെ മാത്രം ബാധിക്കുന്നതായിരിക്കില്ല. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ വളരെ നിർണായകമാകും ഇത് എന്ന കാര്യത്തിലൊന്നും എനിക്ക് ഒരു സംശയവുമില്ല. പക്ഷേ ഉറച്ച നിലപാടുകൾ പറഞ്ഞവർക്ക് ഇപ്പോൾ എന്തുകൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഈ വിഷയത്തിൽ CPM ചർച്ചയ്ക്കൊരു പ്രതിനിധിയെ പോലും അയക്കാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ശ്രീ M ജയചന്ദ്രൻ CPM സഹയാത്രികൻ നമുക്കൊപ്പം ചേരുന്നതും എന്നതുകൂടി ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. CPMന് പറയാൻ നിലപാടുണ്ടെങ്കിൽ അവർ അങ്ങനത്തെയുള്ള ചർച്ചകളിൽ ഒരു പ്രതിനിധിയെ അയക്കാറാണ് സാധാരണ ചെയ്യുക. ഇന്ന് അങ്ങനെ ഒരു പ്രതിനിധിയെ ഈ വിഷയത്തിൽ അയക്കുന്നില്ല എന്നവർ തീരുമാനിക്കുന്നത് തന്നെ അവർക്ക് കൃത്യമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഇല്ല എന്നതുകൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. എന്നെ കൂടെ ഒഴിവാക്കിയാ പോലായിരുന്നോ? താങ്കൾ എന്തിനാണ് വെറുതെ എന്നെ വിളിക്കാൻ തീരുമാനിച്ചത്? ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്നെ വിളിക്കാൻ. ഞാൻ CPM സഹയാത്രികനായാണ് താങ്കളെ വിളിച്ചത്. ഞാൻ ആ രീതിയിൽ തന്നെയാണ് താങ്കളോട് ചോദിക്കുന്നത്. ദയവായി താങ്കൾ തുടരുക. എന്നോട് ദേഷ്യം പിടിക്കണ്ട. ഞാൻ താങ്കളുടെ ദേഷ്യമല്ല. നമ്മൾ ഒരു കാര്യം പറയുമ്പോ അത് നമ്മൾ അടിസ്ഥാനപരമായി വസ്തുതാപരമായിരിക്കണം, സത്യസന്ധരായിരിക്കണം നമ്മളോട് തന്നെ. ശരി, താങ്കളുടെ ബോധ്യം താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ റോണി കെ ബേബി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റോണി കെ ബേബി, നോക്കൂ, ഈ വിഷയത്തിൽ വിശ്വാസികൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെന്നതാണല്ലോ കോൺഗ്രസിന്റെ ആഗ്രഹം. അങ്ങനെ ഒരു നിലപാടിലേക്ക് സർക്കാർ പോവുകയാണെങ്കിൽ അതിനെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുക എന്നതല്ലേ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന നിങ്ങൾ ചെയ്യേണ്ടത്. അതിനിടയിൽ എന്തിനാണ് ഈ പരിഹാസവും സർക്കാരിനെ കുറ്റപ്പെടുത്തലും ഒക്കെ നിങ്ങൾ ഉയർത്തുന്നത്? ഈ വിഷയത്തില് ഞങ്ങൾ CPMനെ പരിഹസിക്കും, ഞങ്ങൾ വിമർശിക്കും, ഞങ്ങൾ കുറ്റപ്പെടുത്തും. കാരണം അതുപോലത്തെ ഒരു ചതിയാണ് CPM കേരളത്തിലെ ജനങ്ങളോട് ചെയ്തത്. പരിപാവനമായിട്ടുള്ള പുണ്യമായി എല്ലാവരും കാണുന്ന ശബരിമലയില് അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കാൻ വേണ്ടി വളരെ പവർഫുൾ ആയിട്ട് അവിടെ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയല്ല പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചത്. കോടതി വിധിയെ മറയാക്കിക്കൊണ്ട് തങ്ങളുടെ നിഷ്ഠ താല്പര്യങ്ങൾ, തങ്ങളുടെ അജണ്ട, അത് വളരെ വ്യക്തമാണല്ലോ. കാരണം കേരളത്തിലുള്ള മുഴുവൻ ആളുകളും പുനഃപരിശോധനാ ഹർജിയുമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അവിടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നാ പറയുന്നത്, തിടുക്കപ്പെട്ട് ഈ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കരുത്, നമുക്ക് ഉടൻ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധനാ ഹർജി നൽകണം. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഉടൻ തന്നെ അടിയന്തരമായി ഈ കോടതി വിധി നടപ്പാക്കണമെന്നാണ്. അപ്പോൾ എന്ത് സാഹചര്യമാണ് ഈ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി അന്ന് ഉണ്ടായിരുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് ഈ 7 അല്ലെങ്കിൽ 8 വർഷങ്ങൾക്ക് ശേഷമെങ്കിലും പറയുവാനുള്ള ഉത്തരവാദിത്വം CPM കാണിക്കണം. ഇത് 2017 കോടതി വിധി വന്നപ്പോൾ ഉള്ള സാഹചര്യം മാത്രമല്ല, 2020 ഈ ഭരണഘടനാ ബെഞ്ച് 9 അംഗ ഭരണഘടനാ ബെഞ്ച് 2020 ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ വാദങ്ങൾ കേട്ടപ്പോൾ അന്നും ഈ പിണറായി വിജയൻ സർക്കാർ എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഈ യുവതീ പ്രവേശനത്തിന് എതിരായിട്ടുള്ള, അവര് പറഞ്ഞത്
ഈ റിവ്യൂ ഹർജികൾ പോലും പരിഗണിക്കരുത്. ഓർത്തോളം 2017 ശേഷം വലിയ പ്രതിഷേധം കേരളത്തിലുണ്ടായി. പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പോരാടി. ആയിരക്കണക്കിന് ആളുകൾ കേസിൽപ്പെട്ടു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. പോലീസ് ക്രൂരമായി അടിച്ചമർത്തം നടത്തി. ആക്ടിവിസ്റ്റുകൾ എന്ന പേരിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് അവിടുത്തെ ആചാരത്തിന് ഭംഗം വരുത്തി. ശക്തമായ പ്രതിഷേധമുണ്ടായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി CPM-നുണ്ടായി. എന്നിട്ടും 2020 ഈ 9 അംഗ ബെഞ്ച് ഇതിന്റെ പ്രാരംഭവാദം കേട്ടപ്പോൾ അന്നും സർക്കാർ എടുത്ത നിലപാട് ഈ റിവ്യൂ ഹർജികൾ അനുവദിക്കുവാൻ പാടില്ല. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് CPM നിലപാട് മാറ്റിയത്? പക്ഷേ നോക്കൂ ശ്രീ റോണിക്ക് ബേബി, അതിനുശേഷം എവിടെയെങ്കിലും സർക്കാർ യുവതി പ്രവേശന വിഷയം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും യുവതികൾ കയറുകയോ കയറ്റാൻ ശ്രമിക്കുകയോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അന്ന് നമ്മുടെ ക്രമസമാധാന നിലയെ തകർക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരിക്കൽ പോലും അത്തരമൊരു സാഹചര്യം ആവർത്തിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ കോടതിയിൽ അതിന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ വരികയാണ്. അവിടെ ചില നിലപാടുകൾ സർക്കാരിന് അറിയിക്കേണ്ടി വരുന്നു എന്നതിനപ്പുറം ഈ വിഷയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് മാറ്റുന്നു എന്ന് പറയേണ്ടുന്നതിന്റെ സാഹചര്യം എന്താണ്? 2020 ശേഷം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുവാനുള്ള ആദ്യത്തെ സാഹചര്യമാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നാളെയാണ് അതിന്റെ അന്തിമ ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്നോട് ചോദിച്ചു 2018 ശേഷം അവിടെ യുവതികളെ പ്രവേശിപ്പിച്ചില്ലല്ലോ എന്ന്. ഒരു തവണ യുവതികളെ പ്രവേശിപ്പിച്ചാലും 1000 തവണ യുവതികളെ പ്രവേശിപ്പിച്ചാലും എഫക്ട് ഒന്ന് തന്നെയാണ്. അത് വീണ്ടും വീണ്ടും യുവതികളെ കയറ്റണമെന്നില്ല. കാരണം എന്തുകൊണ്ട് CPM അല്ലെങ്കിൽ അന്ന് പിണറായി വിജയൻ സർക്കാർ വീണ്ടും അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്ന് ചോദിച്ചാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അവരെന്താണോ ഉദ്ദേശിച്ചത് അവരത് നടപ്പാക്കി. കാരണം ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എത്ര ആയിരക്കണക്കിന് ആളുകൾ, ഞാൻ ഒരു ഇതര മതസ്ഥനാണ്, ഞാനൊരു ഹൃദയ വിശ്വാസിയല്ല, പക്ഷേ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ കേന്ദ്രഭാഷ പറഞ്ഞല്ലോ 2007 അന്ന് VS അച്യുതാനന്ദൻ സർക്കാർ ഇന്ന് നൽകിയ സത്യവാങ്മൂലം പിണറായി വിജയനേക്കാളും തീവ്ര കമ്മ്യൂണിസ്റ്റ് നിലപാടുകളുള്ള VS അച്യുതാനന്ദൻ പോലും ആ സർക്കാർ പോലും വന്നെടുത്ത നിലപാട് എന്തായിരുന്നു? ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട്, ആചാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് ആചാര്യന്മാരാണ്. അതാണ് ഇപ്പോഴത്തെ നിലപാട് എന്നതാണ് വിശദീകരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ നിലപാട്. അന്ന് പറഞ്ഞ നിലപാടിൽ തന്നെയാണ് സർക്കാർ ഇപ്പോഴും ഉള്ളത്. അതിനിടയിൽ കോടതി വിധി വരുമ്പോൾ ആ വിധി നടപ്പാക്കാൻ സർക്കാർ നോക്കി എന്നതാണ് അവർ വിശദീകരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി 2016 വന്ന പിണറായി വിജയൻ സർക്കാർ എന്തിനാണ് അഡീഷണൽ ആയിട്ട് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകിയത് എന്ന് വ്യക്തമാക്കണം. അതിനെ അടിസ്ഥാനമാക്കി കൂടിയാണ് ഈ 2017 അല്ലെ 2018 സുപ്രീം കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നു? അല്ലാതെ ഇപ്പോൾ അല്ലെ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. 2007 VS അച്യുതാനന്ദൻ സർക്കാർ എടുത്ത നിലപാടാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് 2016 ശേഷം പിണറായി വിജയൻ സർക്കാർ നിലപാട് മാറ്റിയത്? ആ നിലപാട് മാറ്റുക മാത്രമല്ല, ഞാനിവിടെ പറഞ്ഞതുപോലെ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയല്ല ശ്രമിച്ചത്. ഞാനിവിടെ വളരെ കൃത്യമായി പറയുക, കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയല്ല ശ്രമിച്ചത്. കോടതി വിധി മറയാക്കിക്കൊണ്ട് തങ്ങളുടെ നിശബ്ദ വർഗീയ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ CPM അതിലൂടെ പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചത്. നിങ്ങൾ കുറഞ്ഞപക്ഷം കേരളത്തിലെ ജനങ്ങളോട്, വിശ്വാസികളായ ജനസമൂഹത്തോട് മാപ്പ് പറയാനുള്ള മര്യാദയെങ്കിലും CPM കാണിക്കണം. അല്ല നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിലപാട് ഏഴും മറ്റൊരു നിലപാട് അങ്ങനെ കേരളത്തിൽ ചെയ്തത്. ശരി, മാപ്പ് പറയാൻ സർക്കാർ തയ്യാറാകണം. പൊതുസമൂഹത്തോടും തങ്ങളോടും മാപ്പ് പറയാൻ തയ്യാറാകണം എന്നതാണ് കോൺഗ്രസ് ആവർത്തിച്ച് ഈ വിഷയത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. നല്ല രീതിയിലുള്ള പരിഹാസവും നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ട്. ശ്രീ മനു പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്, BJP പ്രതിനിധി. ശ്രീ മനു പ്രസാദ്, എന്തായാലും ഒരു സുവർണ അവസരത്തിനുള്ള ഒരു സാഹചര്യവും സർക്കാർ ഉണ്ടാക്കുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് കോടതിയിൽ സർക്കാർ പറയുന്നതോടുകൂടി ശബരിമലയിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷ കൂടി ഇല്ലാണ്ടാവുകയാണോ? അതായത് വിശ്വാസികൾക്കെതിരെ, ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് BJPക്ക് ഗുണം ചെയ്യും. വിശ്വാസികൾക്കും ജനങ്ങൾക്കോടൊപ്പമൊക്കെ നിൽക്കുന്നു എന്ന് പ്രചരണം വന്നാൽ BJPക്ക് എതിരാകുമെന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്കെതിരായാൽ, ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിനെതിരായാൽ അത് ചോദ്യം ചെയ്യാൻ, ഇടപെടാൻ BJP മാത്രമേ ഉള്ളൂ എന്നുള്ള അങ്ങയുടെ ആധികാരികമായ പ്രസ്താവനയെ ഞാൻ ഉൾക്കൊള്ളുകയും ചോദ്യം തന്നെ ചോദിച്ചിട്ട് അങ്ങ് ഇടപെടാൻ ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ അങ്ങേ കണ്ണിക്കല്ല, അങ്ങ് പറഞ്ഞതിനെ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്.
അങ്ങ് പറഞ്ഞതിനെ ഉൾക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. അതായത് വിശ്വാസി സമൂഹത്തിനെതിരായിട്ട്, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി എതിരായിട്ട്, ജനങ്ങൾക്കെതിരായിട്ട് ഒരു സർക്കാർ നിന്നാൽ അത് BJPക്ക് ഗുണകരമാകും. കാരണം ജനങ്ങൾക്ക് വേണ്ടി പറയുന്ന, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഗവൺമെൻറ് BJP ആണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹം പാർട്ടി BJP ആണ് എന്ന് അങ്ങയുടെ ബോധ്യവും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. അതിൽ എത്ര ആക്ഷേപങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ ആക്ഷേപിച്ചാലും അത് ഞങ്ങൾ അങ്ങനെയാണ്. ഇവിടെ ചോദ്യം ചെയ്യാതെ പോകാൻ ഒന്നും സാധ്യമല്ല. ജനങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട് തെരുവിലലയുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന പ്രസ്ഥാനമായി BJP ഇവിടെ തന്നെ ഉണ്ടാകും. അതിൽ ഒരു സംശയവും വേണ്ട. അത് എത്ര തന്നെ നിങ്ങൾ ആക്ഷേപിച്ചാലും, എത്ര തന്നെ പരിഹാസങ്ങൾ ചൊരിഞ്ഞാലും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഇനി അടുത്ത ചോദ്യം പറയാം. ഒരു സുവർണാവസരം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പല ചർച്ചകളും ഉരിഞ്ഞു വരുന്നത്. അതായത് ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല എന്ന് ആ ചർച്ചയിൽ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് വിശ്വാസികളുടെ വിശ്വാസങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാം എന്ന് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം എന്താണ്? തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട്, ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടായിരുന്നില്ല. ഞങ്ങളുടെ എക്കാലത്തെയും ഞങ്ങളുടെ ആവശ്യം ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടത്, ആചാരങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് ആചാരശ്രേഷ്ഠന്മാരാണ്, അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്, അത് ഭരണത്തിലിരിക്കുന്നവരല്ല എന്ന നിലപാട് ഞങ്ങൾക്കുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണോ? അല്ല. കോടതിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെയും ഒരു നിലപാടുണ്ടാവണമല്ലോ. അവരുടെ വ്യക്തിപരമായി അല്ലെങ്കിൽ സംഘടനാപരമായി അവർ സ്വീകരിച്ചിട്ടുള്ള നയങ്ങളും നയസമീപനങ്ങളും നമ്മൾ നോക്കണം. ഇന്ന് ഗോവിന്ദ മാഷ് അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവനയിൽ പറയുന്നുണ്ട്, എല്ലാ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും അങ്ങേയറ്റം അനുഭാവപൂർണമായ, അതിനെല്ലാം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഹിന്ദുമത വിശ്വാസങ്ങളോടോ ഹിന്ദു ആചാരങ്ങളോടോ അങ്ങനെയൊന്നും ഒരു തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടില്ല എന്ന് അവരുടെ ചെയ്തികൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവരുടെ എല്ലാ ആചാരപരമായ രീതികളും പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു ഇടം തന്നെയല്ലേ ശ്രീ മനുപ്രസാദ് കേരളം? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വെച്ചിട്ടുണ്ടോ? ഇതൊരു സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ അതിനനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കുക എന്നൊരു സമീപനമാണ് അന്ന് സ്വീകരിച്ചത്. അതിനപ്പുറം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും മതവിഭാഗങ്ങളെ അവരുടെ രീതികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങേക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് പ്രചോദിക്കുന്നു. എനിക്ക് പറയാനുള്ള അവസരം തരണം. ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ ആവർത്തിക്കുന്നു, അങ്ങനെ ഹിന്ദുമത വിശ്വാസങ്ങളോടും വിശ്വാസികളോടും ഒക്കെ നിൽക്കുന്ന സമീപനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിന്ന് പല നിലപാടുകളിൽ നിന്ന് നമുക്കറിയാവുന്നതാണ്. അയ്യപ്പൻ്റെ ചിത്രത്തെ ആർത്തവത്തോടു കൂടി ക്യാമ്പസിനുള്ളിൽ വരച്ചു വയ്ക്കാൻ SFIക്കാർ കാണിച്ചത് ഒരു പ്രശ്നവും അവർക്കുണ്ടായില്ല. ഗണപതി ആചാരമായി, വിശ്വാസമായി ഈ നാട്ടിലെ വലിയൊരു സമൂഹം ആദരിച്ചു പോകുന്ന ഗണപതി എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ, ഈശ്വരനെ, അത് വെറുമൊരു വിത്താണ്, അത് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് അത്ര അധപ്പതനത്തോടു കൂടി സംസാരിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് സാധിച്ചു എന്നുള്ളത് ഈ നാട്ടിൽ നമ്മൾ കണ്ടതാണ്. അങ്ങ് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ വേറെ വിഷയമല്ല. അല്ല, അത് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാനുള്ള നിലപാടെടുത്തോളൂ. നിങ്ങൾ അതെങ്ങനെയാണ് വേറെ വിഷയം? വേറെ വിഷയമേ അല്ല. ഗോവിന്ദ മാഷ് കൃത്യമായി പറഞ്ഞതിന്റെ മറുപടിയാണ്. ഞാൻ പറയട്ടെ, രേണുക അങ്ങ് തടസ്സപ്പെടുത്തുന്നു മാത്രമല്ല, അങ്ങേക്ക് തന്നെ ഭയം. ഗണപതി വിത്താണ് എന്ന് പറഞ്ഞ് ഇവിടെ പ്രസ്താവന ഇറക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അങ്ങ് എത്ര തടസ്സപ്പെടുത്തി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇടതുപക്ഷം ഹിന്ദു സമൂഹത്തോട് ചേർന്ന് നിന്ന നിലപാടെടുത്തിട്ടില്ല. രണ്ട്, അതിൽ മാത്രം തീരുന്നതാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ക്ഷേത്രത്തിനുള്ളിൽ അണിഞ്ഞൊരുങ്ങി പോകുന്നവർ ശരീരം പ്രതിഷ്ഠിപ്പിക്കാനാണ് എന്ന നിലയിലുള്ള പ്രസ്താവനകൾ എന്നിട്ടുണ്ട്. എത്ര കാര്യങ്ങൾ. ഒരു കെട്ടിടത്തിൽ, ഒരു സ്കൂളിൽ, അവിടുത്തെ സ്കൂളിൻ്റെ പ്രവേശന ചടങ്ങ് സമയത്ത് ആ സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു ഗണപതി ഹോമം നടത്തിയതിനെതിരെ പ്രതിഷേധം നടത്തിയ നാടാണ് ഈ കേരളം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ പലരുടെയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഗോവിന്ദ മാഷും ഇടപെട്ടത് ചരിത്രപരമായിട്ടുണ്ട്. കോടതി വിധി മതി. അതുകൊണ്ട് ഒരു വിശ്വാസങ്ങളോടും ഹിന്ദു വിശ്വാസങ്ങളോടും അങ്ങ് തടസ്സപ്പെടുത്തിയത് കൊണ്ട് സത്യസത്യമല്ലാതാവില്ല. അങ്ങ് തടസ്സപ്പെടുത്തിയത് ഞാൻ ഒരു സംഘടനയുടെ സ്വഭാവം, ക്യാരക്ടർ അതെന്താണെന്നുള്ളത് അവരുടെ നേതാക്കളുടെ കൃത്യമായി. ആരും ഗണപതി വിത്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഗണപതി വിത്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഗണപതി ഹോമം നടത്തുന്നവരെല്ലാം മോശക്കാരാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഗണപതി ഹോമം നടത്തരുതേ എന്ന് പറഞ്ഞിട്ട് പരസ്യമായി പ്രസ്താവന ഇറക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനി അതുകൊണ്ട് ശബരിമലയിൽ അയ്യപ്പനില്ല, കോടതിയിൽ സത്യവാങ്മൂലം അവിടെ ഈ പറയുന്ന വിശ്വാസവും ശബരിമല അയ്യപ്പനും ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി.
ഇനി പോട്ടെ, കോടതിയുടെ വിധി എന്താണ്? വിശ്വാസികൾ കയറട്ടെ എന്നുള്ളതാണല്ലോ. ഒരാൾ വരുന്ന സമയത്ത് അവരുടെ ഭൂതകാലത്തെക്കുറിച്ച്, അവരുടെ സംവിധാനത്തെക്കുറിച്ച്, അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, മിനിമം അവരുടെ ഇൻറ്റൻഷനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഒരു ഗവൺമെൻറ്റിന് ഉണ്ടാവണമല്ലോ. രഹന ഫാത്തിമയും അതുപോലെ തന്നെ ബിന്ദു അമ്മണിയൊക്കെ ആ ശബരിമലയിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ പിന്തുടരുന്നവരാണോ എന്നോ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നോ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ വന്നതല്ല. അവിടെയാണ് പ്രശ്നം. ഇവിടുത്തെ അമ്മമാർ ശരണം വിളിച്ചത് ചെറിയ അഭിഷേകത്തിന്റെ ഭാഗമായി അപമാനിച്ച് എത്ര ആയിരക്കണക്കിന് അമ്മമാരെ തെരുവിൽ വലിച്ചിഴക്കുകയും അവരെ ആക്രമിക്കുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്തിട്ട് ബിന്ദു അമ്മുണിയെ ആയിരക്കണക്കിന് പോലീസുകാരുടെ നടുവിലൂടെ സംരക്ഷിച്ചുള്ളിൽ കൊണ്ടുപോവുകയാണ്. അവരുടെ ഇന്റൻഷൻ മനസ്സിലാക്കാൻ സർക്കാരിന് ഇല്ല എന്നാണ്. ആയിരക്കണക്കിന് പേർ വന്നപ്പോൾ അവർ കയറുകയല്ല, ഒരാളെ കൃത്യമായി തട്ടിക്കൂട്ടി കൊണ്ടുവരികയായിരുന്നു. മൗനമായി കോൺഗ്രസ് താങ്കളുടെ നേതാക്കൾ പറഞ്ഞ കാര്യത്തിൽ സംസാരിക്കുന്നില്ല എങ്കിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഹിന്ദുക്കളെ അംഗീകരിക്കുന്നു എന്ന് അങ്ങ് പറയാൻ ശ്രമിച്ച അല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞതാണ്. അല്ല, അവരങ്ങനെ ആയിരുന്നില്ല. അവർ ഹിന്ദു വിശ്വാസങ്ങളെയും അതിനുവേണ്ടി നിൽക്കുന്നവരെയും എതിർത്തവരാണ്, ആക്ഷേപിച്ചവരാണ്, തള്ളിക്കളഞ്ഞവരാണ്, തടസ്സപ്പെടുത്തിയവരാണ്. ശരി, ടി കെ രാജഗോപാൽ, ഈ അതിഥി എന്റെ അടുത്ത് തന്നെയാണുള്ളത്. അദ്ദേഹം നിർത്തുമ്പോഴേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു പരിമിതി ഉണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ആ വിഷയത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ അവർക്ക് ചില ന്യായീകരണങ്ങളുമുണ്ട്. അതവർ പറയുകയാണ്. ഇപ്പോൾ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് സാധ്യമാകുന്ന കാര്യമാണോ? ഇപ്പോൾ കോൺഗ്രസ് പറയുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ ഈ നിലപാട് മാറ്റം. അവർ എല്ലാം 10-20 വർഷം കഴിയുമ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. പരിഹാസമുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ 2018 യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകൾ പോലും സർക്കാർ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതിനുള്ള സമയപരിധി കഴിഞ്ഞു. ഇനി സർക്കാരിന് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ അത് ഏതെങ്കിലും തരത്തിൽ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ആത്മാർത്ഥമല്ല എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. സർക്കാരിന് ഇത് എങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകും? അത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രേണുക അത് വന്നിരിക്കുന്നത്. ഈ സംഭവം വളരെ വ്യക്തമല്ലേ? 2018 ഇപ്പോൾ പിന്നെ അവിടെ നടന്ന കലാപം അവർ പറഞ്ഞത് ശരിയാണ്, BJP ശരിയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. ഏറ്റവും കൂടുതൽ കേസുകളും അവരുടെ പേരിലാണുള്ളത്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ആളുകൾക്കും ഉണ്ട് അതിന്. അത്തരം കാര്യങ്ങളിൽ അവരും വിശ്വാസത്തോടൊപ്പം നിന്ന ആളുകളാണ്. ഒരുപാട് വീട്ടമ്മമാരുടെയും ഒക്കെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. ഞങ്ങളൊക്കെ തന്നെയാണ് വലിയ ബുദ്ധിമുട്ടിയതാണ്. ഏതാണ്ട് 4-5 സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് ഫോട്ടോഗ്രാഫർമാരെയും ചിത്രം ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്ത്. വലിയ സംഘർഷമായിരുന്നു അവിടെ നടന്നിരുന്നത്. പക്ഷേ സർക്കാർ സാധിച്ചത്. പക്ഷേ സുപ്രീം കോടതിയുടെ ഉത്തരവില് ജയേന്ദ്ര സാറ് പറഞ്ഞതിനകത്തിൽ ഇരിക്കുന്ന ആർട്ടിക്കിൾ 3B അദ്ദേഹം പറയുന്നതിനകത്തില് സുപ്രീം കോടതി ഉത്തരവിനകത്തില്, അന്നത്തെ ഉത്തരവിനകത്തില് അടിയന്തരമായിട്ട് യുവതികളെ ശബരിമലയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് വായിച്ചതായിട്ട് എനിക്ക് അങ്ങനെ ഒരു പിന്നെ ഉത്തരവ് വായിക്കുന്നത് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയല്ല പറഞ്ഞത്. ശബരിമലയിൽ ജെൻഡർ ഇൻഇക്വാളിറ്റി, അതായത് ലിംഗ സമത്വം, അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അത് മാത്രമാണ് ചർച്ച. അത് ശബരിമല പോലും അതിനകത്ത് വന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ അതിനെ കുറിച്ച് പറയാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളും അവിടുത്തെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഹർജികൾ വന്നത്. യങ് ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷന്റെ ഹർജികൾ അടക്കം വരുന്നത് അങ്ങനെയാണ്. വടക്കേ ഇന്ത്യൻ ക്ഷേത്രങ്ങളിലെ സ്ത്രീകൾക്ക് സ്വയമായിട്ട് കയറിയിട്ട് പൂജ നടത്താം, അവിടെ ഡ്രസ് കോഡ് പ്രശ്നമല്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്ന വടക്കേ ഇന്ത്യൻ ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ അവിടെയാണ് ചില നിയന്ത്രണങ്ങളൊക്കെ വരുന്നത്. അത്തരം കാര്യങ്ങളിലാണ് വരുന്നത്. അതല്ലാതെ ശബരിമല ഈ വിഷയമേ ഇല്ല. ഇവിടെ ശബരിമല സർവ്വമതസ്ഥർക്കും പോകാം, എല്ലാവർക്കും പോകാം, പുരുഷന്മാർക്കും പോകാം, സ്ത്രീകൾക്കും പോകാം. ആകെ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏജ് പരിധി വെച്ചിട്ടുണ്ട് അവിടെ. അതായത് അയ്യപ്പസ്വാമി അവിടെ വിശ്വാസപ്രകാരം അയ്യപ്പസ്വാമി ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ അവിടെ പോകരുത്. അത്രയേ ഉള്ളൂ അവിടുത്തെ പ്രശ്നം. അതിനിടയ്ക്കുള്ള പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്ക് പോകാം, അവർ പോകുന്നുണ്ടല്ലോ. പക്ഷെ ഇത് കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നതിന് സർക്കാരല്ല ചെയ്യേണ്ടിയിരുന്നത്. അത് ഇതിന്റെ ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയനായ ദേവസ്വം ബോർഡായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. അവരുടെ പ്രഥമ ഉത്തരവാദിത്തമായിരുന്നു. അവരായിരുന്നു അത് ചൂണ്ടിക്കാണിക്കേണ്ടിയിരുന്നത്. കൃത്യമായിട്ട് അത് പറയണമായിരുന്നു. അവിടുത്തെ വലിയ വിശ്വാസങ്ങളില്ലേ ഇപ്പോഴും? രേണുകയ്ക്ക് അറിയാമോ, ശബരിമലയിലെ മറ്റൊരു വലിയ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ശബരിമല ക്ഷേത്രത്തിൽ ചെന്നാല് ശ്രീകോവിലിന്റെ മുമ്പിൽ ചെന്ന് തൊഴുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭക്തന്മാരും അവിടെ നിന്നാണ് തൊഴുന്നത്, ശ്രീകോവിലേക്ക് നോക്കിയാണ് തൊഴുന്നത്. പക്ഷെ ശബരിമലയിൽ മറ്റൊരു ആചാരമുണ്ട്. അവിടെ ഇപ്പോഴും പന്തളം രാജപ്രതിനിധി
പന്തളം രാജപുരം എന്ന് പറഞ്ഞാൽ പന്തളം രാജാവ് ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണല്ലോ. അദ്ദേഹം തൊഴുന്നതിന് അവിടെ ഒരു വ്യത്യസ്തതയുണ്ട്. അവിടെ അദ്ദേഹം മാത്രം ശബരിമലയിൽ വരുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാരിൽ പന്തളം രാജപ്രതിനിധി, അതാ പന്തളം രാജാവ് മാത്രം നടയ്ക്ക് നേരെ നിന്നല്ല തൊഴുന്നത്. അത് അവിടെ നിന്ന് നടയിൽ നിന്ന് അവിടെ നിന്ന് മാറി നിന്നാണ് തൊഴുന്നത്. അതൊരു വലിയ വിശ്വാസമാണ് അവിടുത്തെ. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അച്ഛന്റെ സ്ഥാനമുള്ള ആളാണ്. അച്ഛൻ ഒരിക്കലും മകനെ തൊഴേണ്ട കാര്യമില്ല, തൊഴരുത്. അങ്ങനെയാണല്ലോ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും, അതുപോലെ മാളികപ്പുറത്തമ്മയുടെ നമുക്കറിയാമല്ലോ, മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ ഓരോ വർഷം ശരംകുത്തിയിലേക്ക് നടക്കുന്ന എഴുന്നള്ളത്തുണ്ടല്ലോ, എഴുന്നള്ളത്ത് വരുമ്പോഴേ ഒരു കന്നി അയ്യപ്പനെങ്കിലും വന്നില്ലെങ്കിൽ മാളികപ്പുറത്തമ്മ വിവാഹം കഴിക്കാമെന്നാണ്. വലിയ ആഘോഷപൂർവമായ ആറാട്ടാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ശരംകുത്തി ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? ആയിരക്കണക്കിന് 10,000-കണക്കിന് ശരങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ആചാരങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രമാണത്. അത് പറഞ്ഞ് മനസ്സിലാക്കണം. അത് ആകെക്കൂടെ മനസ്സിലായത് എനിക്ക് തോന്നുന്നത് ആ 5-അംഗ ബെഞ്ച് കേട്ടതില് ഇന്ദു മൽഹോത്ര എന്ന് പറയുന്ന ഒരു വനിതാ ജഡ്ജി ഉണ്ടായിരുന്നു. വനിതാ ജഡ്ജിക്ക് അതിന്റെ ശബരിമലയെ കുറിച്ച് വളരെ കൃത്യമായൊരു ധാരണയുണ്ടായിരുന്നു. ആ 5-അംഗ ബെഞ്ച് എഴുതിയ വിധിയില് അവരുടെ വിധി മാത്രമായിരുന്നല്ലോ അതിൽ വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ വരുന്നത് 64 പുനഃപരിശോധനാ ഹർജിയാണ്. അപ്പൊ ഈ ശബരിമല ഇതിനകത്തേക്ക് കടന്നു വന്നതാണ്. ഈ നോർത്ത് ഇന്ത്യൻ സ്ത്രീകളുടേതും യങ് ലോയേഴ്സ് അസോസിയേഷന്റെയും പെറ്റീഷനകത്തേക്ക് ഈ ശബരിമല അറിയാതെ കയറി വന്നുപോയതാണ്. അത് വിശദീകരിക്കുന്നതിൽ, കോടതിയിൽ അത് വിശദീകരിച്ചു കൊടുക്കുന്ന കാര്യത്തില് നമ്മുടെ സർക്കാരിനെക്കാട്ടുപരിയായിട്ട് ദേവസ്വം ബോർഡിന്, ഒരു പക്ഷേ ദേവസ്വം ബോർഡ് അത്തരം കാര്യങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം ഒരേ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. ഞാൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ ശബരിമല കർമ്മസമിതി രംഗത്ത് വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇത് സർക്കാരിന്റെ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ട് എന്നത് കാണിക്കുന്നു. അടിക്കടി വിഷയത്തിൽ നിലപാട് മാറ്റുന്ന കാര്യം അവർ കോടതിയിൽ സത്യവാങ്മൂലമായി സമർപ്പിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. അവർ ഈ കേസിൽ ഒരു കക്ഷിയാണ്. അപ്പോൾ അത്തരം നിലപാടുകൾ കേസിലെ കക്ഷിയെ എടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമോ? സർക്കാരിന്റെ നിലപാട് മാറ്റം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു വാദമാണ് ഞാനിപ്പോ കേട്ടത്. തൊട്ടു മുമ്പ് പറഞ്ഞ ബഹുമാനപ്പെട്ട വ്യക്തി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു. ഇതില് കോടതിയിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ളത് കോടതി വിധി വന്നതോടുകൂടി തീർന്നു. അവിടെ സ്റ്റേറ്റിന്റെ കാര്യത്തിൽ മാത്രം, ഗവൺമെന്റിന്റെ കാര്യത്തിൽ മാത്രം രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നിലപാട് മാറ്റമായതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്യുന്നത്. സുപ്രീം കോടതി വിധി വന്നപ്പോൾ നിയമം വ്യക്തമായിട്ട് വിശദീകരിച്ചു. അതിന് പുറത്ത് റിവ്യൂ വരുമ്പോഴേ എല്ലാ പ്രശ്നങ്ങളും, ഈ പറയുന്ന നിയമ വിഷയങ്ങളെല്ലാം ഓപ്പൺ ആണ്. വീണ്ടും പുതുതായിട്ട് ആർഗ്യുമെന്റ് എടുക്കാം. നേരത്തെ പറഞ്ഞതിനെ കുറെ കൂടി വിശാലമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാം. ഇതിന്റെ ഒരു വ്യാഖ്യാനം വരുമ്പോൾ അത് ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ എങ്ങനെ അഫക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊക്കെ പരിഗണനയിൽ വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കോടതികളോ അല്ലെങ്കിൽ ആരുമോ ഏതെങ്കിലും ഒരു വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഏതെങ്കിലും വിശ്വാസ പ്രമാണങ്ങൾക്കൊന്നും എതിരല്ല. നമ്മൾ ആകെ പറയുന്നത് ഭരണഘടനയിൽ തന്നിരിക്കുന്ന മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 25-ലാണ്. ആ ആർട്ടിക്കിൾ 25-ൽ പറഞ്ഞിരിക്കുന്ന മതസ്വാതന്ത്ര്യം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം. നിങ്ങളുടെ വിശ്വാസങ്ങളെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതിനകത്ത് 2-3 കണ്ടീഷനേ ഉള്ളൂ. ഒന്ന്, ഈ ഹെൽത്ത്, അതായത് നിങ്ങൾക്ക് ആരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ എന്റെ വിശ്വാസം, എന്റെ കുട്ടിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കോവിഡ് വരികയാണെങ്കിൽ വാക്സിൻ എടുക്കരുത് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഗവൺമെന്റിന് ഒരു നിയമം കൊണ്ടുവന്ന് അത് നിരോധിക്കാം. നിങ്ങളുടെ വിശ്വാസമാണെന്ന് പറഞ്ഞ് അതിന് ഭരണഘടനാ സ്വാതന്ത്ര്യം എന്ന് പറയാൻ കഴിയില്ല. കാരണം ജീവിക്കാനുള്ള അവകാശമുണ്ട് അവിടെ ഹെൽത്ത് എന്ന് പറയുന്നത്, ഈ ആർട്ടിക്കിൾ 25-ലെ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഹെൽത്തിന് വിധേയമായിരിക്കണം. ആരോഗ്യം, കുട്ടിയുടെ ആരോഗ്യം അവഗണിച്ചുകൊണ്ട് ഒരു സ്വാതന്ത്ര്യം, ഒരു മതസ്വാതന്ത്ര്യമാണെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ സ്ത്രീകളെ, മെൻസ്ട്രേറ്റിംഗ് ഏജിലുള്ള സ്ത്രീകളെ നിങ്ങൾ ഇവിടെ വരണ്ട, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ വിശ്വാസം എന്താണ്? ഞങ്ങളുടെ വിശ്വാസം ഈ മെൻസ്ട്രേറ്റിംഗ് ഏജിലുള്ള സ്ത്രീകൾ ഇവിടെ പ്രവേശിക്കരുതെന്നാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിന് ഭരണഘടനാ സാധുതയില്ല. ഇത്രയേ സുപ്രീം കോടതി പറഞ്ഞുള്ളൂ. ദേവാരു എന്ന് പറയുന്ന കേസിലെ വിധിയില് സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം ഏതെങ്കിലും ഒരു വിഭാഗത്തെ അവിടെ പ്രവേശിപ്പിക്കരുത് എന്നുള്ളൊരു വിശ്വാസമാണെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിന് ഭരണഘടനാപരമായി സാധുതയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഭരണഘടനയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നതും വിശാല ബെഞ്ചിന് വിട്ടതുമായിട്ടുള്ള കാര്യം ആർട്ടിക്കിൾ 26-ൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അവരുടേതായിട്ടുള്ള മതസ്വാതന്ത്ര്യം, അവർക്ക് അത് അവരുടെ നിയമാവലികളൊക്കെ അനുസരിച്ച് അവർക്ക് മാനേജ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ മാനേജ് ചെയ്യുന്നത് ഈ ആർട്ടിക്കിൾ 25-നേക്കാളും വലിയൊരു അവകാശമല്ല. ആർട്ടിക്കിൾ 25-ആണ് ബേസിസ് ആയിട്ട് പറയുന്നത് വ്യക്തികൾക്ക് വിശ്വസിക്കാനുള്ള അവകാശം. അത് ബാക്കി മൗലികാവകാശങ്ങൾക്ക് വിധേയമായിരിക്കണം. അവിടെ ഈ സ്ത്രീകളെയും പുരുഷരും തുല്യരാണെന്നുള്ളത് അവിടെ വരുന്നുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 14-നെ മറികടന്നുകൊണ്ടൊരു വിശ്വാസം പാടില്ല.
ഇത് ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് തീർക്കാം. ഇപ്പം ശ്രീ രാഹുൽ ഈശ്വരം പങ്കെടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഏത് മതം ആയിക്കൊള്ളട്ടെ, ഇപ്പൊ ഡൈവോഴ്സിന്റെ കാര്യം വന്നു, കേരള ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നു, നിങ്ങൾ ഡൈവോഴ്സ് ബൈ മ്യൂച്വൽ കൺസെന്റ് കൊടുക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേറൊരു നിയമം, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കേരള ഹൈക്കോടതിയാണ് പറഞ്ഞത്. കാരണം എന്താണ്? ഇതിനകത്ത് ക്രൂവൽറ്റി എന്ന് പറയുന്ന ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒക്കെ സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരത എന്ന് പറയുന്ന ഒരേ കാര്യമാണ്. അവിടെ നിങ്ങൾക്ക് മതത്തിന്റെ പേരിൽ വിവേചനം പാടില്ല. അപ്പൊ നിങ്ങളുടെ വിശ്വാസം ഇതാണ്, ഞങ്ങളുടെ മതം അനുസരിച്ച് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു സ്വാതന്ത്ര്യം ആകുന്നില്ല. അത് വൈവിധ്യമല്ല. ആ വൈവിധ്യം ആണെങ്കിൽ പോലും ഭരണഘടനയ്ക്ക് സാധുതയില്ല. ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്വത്തവകാശത്തിന്റെ കാര്യം വരുന്നു. സ്വത്തവകാശം സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ട് കൊടുക്കണമെന്നാണ് മുസ്ലിം സ്ത്രീകൾ ആവശ്യപ്പെടുന്നത്. അതിന് ഭരണഘടനാപരമായ സാധ്യതയുണ്ട്. അതിനെതിരാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിന് ഭരണഘടനാപരമായിട്ടുള്ള അനുമതിയില്ല. അപ്പൊ ഭരണഘടനയിൽ തന്നിരിക്കുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ശബരിമലയിലെ വിശ്വാസങ്ങളെ ഒന്നും അല്ല ചോദ്യം ചെയ്യുന്നത്. ഇത് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാത്തത്? ഗവൺമെന്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ്, അടിസ്ഥാനപരമായി ഒരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് ജനങ്ങളോട് പറയണം. ജനങ്ങൾക്കത് മനസ്സിലാകും. അതല്ലാതെ ഇത് നിങ്ങളുടെ വിശ്വാസങ്ങൾക്കെതിരായിരുന്നു, ഇപ്പൊ മാറ്റി പറഞ്ഞു എന്നുള്ള രീതിയിൽ. എന്തായാലും മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയും ഒരു മതത്തിന്റെ വിഭാഗത്തിന്റെ അനിവാര്യമായ എസൻഷ്യൽ പ്രാക്ടീസ് ഏതാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കോടതിക്കുണ്ടോ എന്നതൊക്കെ തുടങ്ങിയ പരിശോധനകൾ വളരെ വിശദമായി കോടതി നടത്താൻ പോവുകയാണ്. ഈ സംശയങ്ങൾക്കും തർക്കങ്ങൾക്കും ഒക്കെയുള്ള ഉത്തരം ഇതിലൂടെ ഈ വിശാല ബെഞ്ച് കണ്ടെത്തുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, സർക്കാർ ഒരു തെറ്റ് തിരുത്തുകയാണെങ്കിൽ അങ്ങനെ കരുതാം, അങ്ങനെ തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ. ഇപ്പോൾ ശബരിമല കർമ്മസമിതി ഉൾപ്പെടെ ഇത് ഇരട്ടത്താപ്പാണ് എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കേണ്ടുന്ന സാഹചര്യം എന്താണ്? നിങ്ങൾക്ക് സർക്കാർ നിലപാട് തിരുത്തണമെന്നതായിരുന്നില്ലേ ആഗ്രഹം? അവിടെയാണ് ഞങ്ങൾക്ക് സാധാരണ വിശ്വാസികൾക്ക് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. CPM സർക്കാർ തെറ്റായ നിലപാട് തിരുത്തി ശരിയായ നിലപാടിലേക്ക് വരികയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നേ ഉള്ളൂ. കാര്യം ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. ആര് തെറ്റായ നിലപാടിൽ നിന്ന് ശരിയായ നിലപാടിലേക്ക് വന്നാലും സ്വീകരിക്കും. രണ്ട് വളരെ പണ്ഡിതരായ 4 പേരാണ് ഇരിക്കുന്നത്. അപ്പോ നിയമത്തിന്റെ പോയിന്റ് 3ാമത് പറയാം. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ യാതൊരു ക്ലാരിറ്റി കുറവും ഉണ്ടാകാത്ത രീതിയിൽ വളരെ പച്ചയ്ക്ക് പറയാം. ഇത് AD 2026 ആണ്. AD 3000 ആണെങ്കിലും AD 4000 ആണെങ്കിലും ശബരിമല യുവതികൾ കേറില്ല. ആരെന്ത് തീരുമാനം എവിടെ എടുത്താലും കേറില്ല. അതിന് യാതൊരു സംശയവും ഇനി 1000 വർഷം കഴിഞ്ഞാൽ പറഞ്ഞോട്ടെ. വിധി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കേറിയോ? അതായത് എവിടെ കയറി? അത് ഇൻഫിൽട്രേഷൻ വരുന്നതല്ലേ. ആ നുഴഞ്ഞു കയറ്റത്തിന് പരിഹാരക്രിയ ചെയ്ത് നട അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അത് ഇന്ത്യൻ പട്ടാളം മറുപടി പറയണ്ടേ? താങ്കൾക്ക് മറുപടി കേൾക്കണ്ടേ? രണ്ട്, ഇന്ത്യയിൽ പരമോന്നതമായി നിൽക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഈ അവകാശം ഞങ്ങൾക്ക് തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങളാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്നത്. ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവർ തീവ്ര ഫെമിനിസ്റ്റ് വ്യാഖ്യാനം വഴി ആർട്ടിക്കിൾ 25ന്റെയും 26ന്റെയും 14ന്റെയും ഒക്കെ ഡെലിക്കേറ്റ് ബാലൻസ് ഇല്ലാതാക്കാൻ നോക്കുന്നവരാണ്. ഞങ്ങളുടെ വിശ്വാസം ശരിയാണെന്നും ഞങ്ങളുടെ നിലപാട് ശരിയാണെന്നും കഴിഞ്ഞ 8 വർഷമുള്ള ചരിത്രം തെളിയിച്ചതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ആദ്യം സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. ഞാനടക്കമുള്ള വിരലെണ്ണാവുന്ന ആൾക്കാരാണ് പോരാട്ടത്തിന് ഇറങ്ങിയത്. അന്ന് ഒരുപാട് മാധ്യമങ്ങൾ ഞങ്ങളെ പുച്ഛിച്ചിരുന്നു, ട്രോൾ ചെയ്തിരുന്നു. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അതിന്റെ കാരണം ഞങ്ങൾ പറയുന്ന സത്യമാണ്. ഇപ്പോഴത്തെ കാര്യം പറയൂ. സർക്കാർ ഇപ്പോ ഈ നിലപാടിലേക്ക് എത്തിയത് രാഹുലിനെ പോലെയുള്ളവർ സ്വാഗതം ചെയ്യേണ്ടുന്ന കാര്യമല്ലേ? അവിടെ ഇപ്പോൾ ശബരിമല സ്വീകരിക്കുന്നുണ്ടോ? അല്ല 100% സ്വാഗതം ചെയ്തുകൊണ്ടല്ലേ തുടങ്ങിയത്. കാരണം ഞങ്ങൾക്ക് ഇത് രാഷ്ട്രീയമല്ല. ശബരിമല കർമ്മസമിതി പിന്നെ എന്തിനാണ് ഇത് ഇരട്ടത്താപ്പാണ് അംഗീകരിക്കല്ലോ എന്നൊക്കെ അല്ല, ശബരിമല കർമ്മസമിതി RSSുമായി ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷൻ അല്ലേ? ശബരിമല കർമ്മസമിതി അല്ല. ഞാൻ RSSകാരനല്ല. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. ഞാനൊരു ഗാന്ധിയനാണ്. അല്ല അത് നിങ്ങൾക്ക് ഈ ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഹിന്ദു വേറെ, ഹിന്ദുത്വം വേറെ. ഞാൻ ഹിന്ദു വിശ്വാസിയാണ്, എന്നും ഗാന്ധിയുടെ പാതയിൽ പോകുന്നതാണ്. ഹിന്ദു വേറൊരു ലൈനാണ്. അവരെ ബഹുമാനക്കുറവൊന്നും, പക്ഷെ അവരോട് യോജിക്കാത്ത വ്യക്തി മാഡം ഒരു നിലപാട് പറഞ്ഞോട്ടെ. അതുകൊണ്ട് സാധാരണ വിശ്വാസികൾ, അതായത് ഇതിൽ രാഷ്ട്രീയമില്ലാത്ത NSS അടക്കമുള്ള സംഘടനകൾ ആദ്യം മുതലേ എടുക്കുന്ന നിലപാട് ഞങ്ങളെ എല്ലാവരും പിന്തുണയ്ക്കണം. ഇനി രണ്ട്, ഇവിടെയാണ് CPMന്റെ കടകംപള്ളി സുരേന്ദ്രൻ, BJPയുടെ ശ്രീപത്മനാഭൻ ഇവർ പോലുള്ളവർ നല്ല രീതിയിൽ ഒരു നിലപാട് പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിധി തെറ്റാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധി ന്യായം തെറ്റാണ്. നമുക്ക് ജഡ്ജ്മെന്റിനെ വിമർശിക്കാൻ സുപ്രീം കോടതി അനുവാദം തരുന്നുണ്ട്, നമ്മുടെ ഭരണഘടന അനുവാദം തരുന്നുണ്ട്.
ആ ജഡ്ജ്മെന്റ് തെറ്റാണ്, അതിന്റെ ലോജിക്ക് റോങ് ആണ്, അത് ഭരണഘടനപരമായ തെറ്റാണ്. ഒരു വരിയിൽ അത് എന്തുകൊണ്ടാണെന്ന് പറയാം. രേണുജി, എല്ലാ വർഷവും ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് വരുന്നത്, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് വരുന്നത്. എന്റെ മുത്തശ്ശിയാണ് അവിടെ നിന്ന് ആദ്യമായി അറസ്റ്റ് ചെയ്തത്, എന്റെ അമ്മയാണ് രണ്ടാമത് അറസ്റ്റ് ചെയ്തത്, പ്രയാർ സാറിനെയാണ് മൂന്നാമത് അറസ്റ്റ് ചെയ്തത്, എന്നെയാണ് നാലാമത് അറസ്റ്റ് ചെയ്തത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് യാതൊരു പ്രശ്നവുമില്ല, പകരം ഒരു പ്രായ നിയന്ത്രണമുണ്ട്. അതിന്റെ കാരണം അയ്യപ്പൻ ാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയത്തെ പലവിധ അജണ്ടകൾക്ക് ചില ആൾക്കാർ മിസ്യൂസ് ചെയ്തു. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള കളനായി ചില ആൾക്കാർ ഈ വിധിയെ മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമി പോലും പറഞ്ഞത് ശബരിമലയിൽ പട്ടാളത്തെ ഉപയോഗിച്ച് യുവതികളെ കയറ്റണം. ഒന്ന് ആലോചിച്ച് നോക്കണം. തമിഴ് ബ്രാഹ്മണനാണ്, ഹാർവേർഡ് പ്രൊഫസറാണ്, അറിയുന്ന വലതുപക്ഷവാദിയാണ്. പുള്ളി പറയുന്നത് എന്താ? ശബരിമലയിൽ പട്ടാളത്തെ ഉപയോഗിച്ച് പോലും സ്ത്രീകളെ കയറ്റെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അയാൾ ഒരു ക്രിസ്ത്യാനായിരുന്നില്ല, അയാൾ ഒരു മതേതരവാദി ആയിരുന്നില്ല. അപ്പോ ഇതിന്റെ പിന്നിൽ ഒരുപാട് അജണ്ടകളുണ്ട്. എനിക്ക് ഒരു വരിയിൽ പറഞ്ഞു തീർത്താം. ശബരിമലയിൽ യുവതി പ്രവേശനം സാധ്യമാകാത്തതിന്റെ കാരണം അയ്യപ്പസ്വാമി അങ്ങനെയാണ് തീരുമാനിച്ചത്. ഇനി ഇപ്പൊ സംഭവിക്കുന്ന കാര്യം കൂടെ ശ്രീ പ്രശാന്ത് ഒരു വരി പറഞ്ഞു. മാഡം തീർത്തോട്ടെ, മാഡം ഒരുപാടായിട്ട് വെച്ചോട്ടെ, ഒരു വരിയും കൂടെ. ഇന്ന് 7 ചോദ്യങ്ങളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ആ 7 ചോദ്യങ്ങളിലൂടെ അയ്യപ്പസ്വാമി സംഭവിക്കാൻ പോകുന്നത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി വിഭാഗങ്ങൾക്ക് സംരക്ഷക കവമായി സ്വാമി അയ്യപ്പൻ പോവുകയാണ്. അതായത് ഒരു വിശ്വാസത്തിലേക്ക് ആർക്കും കടന്നു കയറാൻ പറ്റുന്ന രീതിയിൽ, നുഴഞ്ഞു കയറാൻ പറ്റാത്ത രീതിയിൽ അയ്യപ്പസ്വാമി എല്ലാ വിശ്വാസങ്ങളുടെയും സംരക്ഷക കവചമാകുകയും ആർട്ടിക്കിൾ 25 സംരക്ഷണമായി മാറാൻ പോകുന്ന മനോഹരമായ ഓരോ മലയാളിക്കും അഭിമാനം നൽകണം. കാര്യം നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും ഏറ്റവും വലിയ ചിഹ്നമാണ് അത്. ഇത് മുഴുവനുള്ള എല്ലാ വിശ്വാസവും സംരക്ഷിക്കുന്ന പാതയിൽ എത്തിയത് ഓരോ മലയ്ക്കും അഭിമാനം തരുന്നതാണ്. ഇപ്പോ രാഹുൽ, ഇവിടെ ഇപ്പോ പറയുന്നത് ആചാര്യന്മാരുമായിട്ടൊക്കെ ആലോചിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്നതാണ്. നമുക്കറിയാം, സർക്കാർ അത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. അതിലേക്കുള്ള ഒരു നിലപാട് മാറ്റമാണ്, അല്ലെങ്കിൽ തിരിച്ചുപോക്കാണ് സർക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ കേസിലെ പ്രധാനപ്പെട്ട കക്ഷിയാണല്ലോ തന്ത്രി കണ്ഠരര് രാജീവൻ. അദ്ദേഹം സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു, ഇപ്പോൾ പുറത്തിറങ്ങി. ഇന്ന് SIT അദ്ദേഹത്തിനെതിരെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിനെതിരെ അയോട്ട് ഓഫ് എവിഡൻസ് ഇല്ലെന്ന് 2 തവണ വിധിന്യായത്തിൽ എഴുതി വെച്ച കറിയാത്ത എന്താ? ജാമ്യാപേക്ഷയല്ലേ രാഹുൽ? ചോദ്യം ചോദിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പോലും താങ്കൾ അനുവദിച്ചില്ലല്ലോ. അത് ജാമ്യാപേക്ഷയല്ലേ? ഇന്ന് SIT എന്താണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? താന്ത്രിക വൃത്തിക്ക് ചേരാത്ത തരത്തിലുള്ള കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എന്നതിന്റെ രേഖ SITയുടെ കയ്യിലുണ്ടെന്നാണ്. അതിന്റെ രേഖ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് കിട്ടിയെന്നതാണ്. അപ്പോ ഈ ഇത്തരം വ്യക്തികളുമായി ആലോചിച്ചാണോ ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്? ആർക്ക് കിട്ടി? തന്ത്രിക്കെതിരെ അയോ ഓഫ് എവിഡൻസ് ഇല്ല എന്ന് കോടതി എഴുതി വെച്ച കാര്യം താങ്കൾ എന്താ പരാമർശിക്കാത്തത്? അത് ജാമ്യാപേക്ഷയല്ലേ? കോടതി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രഖ്യാപിച്ചു. എനിക്കറിയില്ല രാഹുലെ, അത് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ജാമ്യാപേക്ഷ താങ്കൾ ആ കോടതിയുടെ ഒബ്സർവേഷൻസ് നോക്കൂലേ? ജാമ്യാപേക്ഷയാണ്. മനഃപൂർവ്വം ഞാൻ എന്താ പറഞ്ഞു? അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞോ? അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞു? അദ്ദേഹം ഒരു പ്രതിയാണെന്നല്ലേ പറഞ്ഞത്? അദ്ദേഹം ഇപ്പോൾ പ്രതിയാണല്ലോ. അതുകൊണ്ടെന്താ ശ്രീ പിണറായി വിജയൻ പ്രതിയല്ലേ ലാവ്ലിൻ കേസിൽ? പിണറായി വിജയൻ മോശക്കാരനാണെന്ന് പറയുന്നുണ്ടോ? ശ്രീ പിണറായി വിജയൻ ലാവ്ലിൻ കേസ് പ്രതിയല്ലേ? ഞാൻ എന്താണ് പറഞ്ഞത് രാഹുൽ? അദ്ദേഹം കേസിലെ പ്രതിയാണ്. അദ്ദേഹമാണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് ഇന്ന് SIT പറഞ്ഞ കാര്യം എന്താണ് എന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. അത് രാഹുൽ കേട്ടില്ലേ? ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് SIT പറഞ്ഞത് അദ്ദേഹം താന്ത്രിക ആചാര്യ പ്രകാരമുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. അതിന്റെ തെളിവ് SITയുടെ കയ്യിൽ ഉണ്ട് എന്നതാണ്. എന്തറിയാം താന്ത്രിക കാര്യങ്ങളെ കുറിച്ച്? ഈ കേരള പോലീസ് സർക്കാർക്ക് എന്തറിയാം താന്ത്രിക ആചാര്യങ്ങളെ കുറിച്ച്? കള്ളം ചെയ്ത് CPM വീട്ടിൽ ചെയ്യുന്ന, CPM വേണ്ടി പ്രവർത്തിക്കുന്ന SI താന്ത്രിക ആചാര്യങ്ങളെ കുറിച്ച് എന്തറിയാം? കള്ളത്തരം ചെയ്തതിനും പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞ SITയെ കുറിച്ച് പോകും, ഹൈക്കോടതി പറയുന്നില്ല. SIT എന്ന് പറയുന്ന CPM വേണ്ടി രാഷ്ട്രീയം നടത്തുന്ന ഈ SIT എന്ന് പറയുന്ന ആചാരങ്ങളെ കുറിച്ച് എന്താണ്? ഇവരെല്ലാവരും പല തന്ത്രി അയ്യപ്പന്റെ അനുജ്ഞ എന്ന് പറഞ്ഞത് അയ്യപ്പനവർക്ക് മൊഴി കൊടുത്തോ? ഞാനിവരെ തന്ത്രിയോട് പറഞ്ഞില്ല എന്ന്. കള്ളത്തരം ചെയ്ത് 40 ദിവസം നിരപരാധിയായ ഒരു മനുഷ്യനെ ജയിലിൽ പിടിച്ചെടുത്തതിന് ശേഷം ഞാൻ പറയുകയാണോ? കള്ളം ചെയ്ത് CPM വേണ്ടി പൊളിറ്റിക്കൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന ST പോലൊരു സംവിധാനം PT എന്നാണ് വിളിക്കേണ്ടത്, പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നാണ് വിളിക്കേണ്ടത്.
അപ്പൊ യഥാർത്ഥത്തിൽ SI പോലെ പൊളിറ്റിക്കലി പറയുന്നില്ല, അതിന്റെ പിന്നിൽ ഹൈക്കോടതി പറയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ശബരിമല വിവാസത്തിന്റെ കാര്യത്തിൽ തന്ത്രിയാണ് വാക്ക്. തന്ത്രിയുടെ ഹാൻഡ് ക്ലിയർ ആണ്. യുവതി പ്രവേശനം നടക്കില്ല. കാര്യം അയ്യപ്പന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ സംരക്ഷിക്കാൻ വിശ്വാസികളായ ഞങ്ങൾ അറ്റം വരെയും പോകും. ഇത് ജയിക്കുന്ന ഇപ്പം പറയുന്നതല്ല, രേണു ഓർമ്മ കാണും, 2018 പറയുന്നതാണ് ഞങ്ങളുടെ നെഞ്ച ചവിട്ടി യുവതികൾ കയറുമെന്ന്. അത് യാതൊരു മാറ്റവുമില്ല. ശബരിമലയിൽ യുവതികൾ ഇടാൻ പോകുന്നില്ല. ആ താന്ത്രിക വിധി പ്രകാരമല്ല പ്രവർത്തിക്കുന്നതെന്നാണ് SIT ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധനയിൽ ഒരു തന്ത്രി ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്നു എന്നതാണ് ഇന്ന് കോടതിയിൽ SIT പറഞ്ഞിരിക്കുന്ന കാര്യം. ഞാനത് സൂചിപ്പിക്കുന്നുള്ളൂ. എന്തായാലും അത് SIT സൂചിപ്പിച്ച കാര്യമാണ്, SITയുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യമെന്ന് പറയുന്നു. ഞാനത് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ശരി രാഹുൽ, ഞാൻ രാഹുലിലേക്ക് തിരിച്ചെത്താം. ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വളരെ രാഷ്ട്രീയമായി എല്ലാ കോണുകളിൽ നിന്നും ആക്രമിക്കപ്പെടാവുന്ന ഒരു വിഷയമാണ് ഇതിൽ എടുക്കുന്ന നിലപാട് എന്നത്. അവിടെ വളരെ തന്ത്രപരമായ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണോ ശ്രീ M ജയചന്ദ്രൻ മനസ്സിലാക്കേണ്ടത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വലിയ രീതിയിൽ സുവർണാവസരമാക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു നിലപാട് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത്? എനിക്ക് തോന്നുന്നു പരസ്യമായി യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന ഒരു നിലപാട് പ്രഖ്യാപനം എതിർക്കുന്ന ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നതാണ് മനസ്സിലാകുന്നത്. വളരെ തന്ത്രപരമായി ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നതാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഇത് ഈ കേസിലെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇപ്പോ ഇലക്ഷൻ പ്രമാണിച്ച് യൂട്ടേൺ അടിക്കുന്നു സർക്കാർ എന്നുള്ളതാണല്ലോ മുഖ്യ ആരോപണം. സർക്കാരാണോ ഇപ്പൊ ഇത് പുനഃപരിശോധനാ ഹർജി ഇന്ന സമയത്തേക്ക് പരിഗണിക്കണം എന്ന് നിശ്ചയിച്ചത്? സുപ്രീം കോടതിയല്ലേ. സുപ്രീം കോടതിക്ക് കേരള സംസ്ഥാനത്തെ ഇലക്ഷൻ ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതിയുടെ കൺസേൺ ആണോ? അല്ലെന്നറിയാം, ഈ വിമർശിക്കുന്നവർക്കും അറിയാം. മുമ്പേ പരിഹസിക്കുകയാണ് CPM എന്ന് പറഞ്ഞല്ലോ റോണി കെ ബേബി. അദ്ദേഹത്തിനും അറിയാം വസ്തുത അതല്ല എന്നുള്ളത്. എന്നിട്ട് പറയുകയാണ്, പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ 2016 ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം വന്ന പിണറായി വിജയൻ സർക്കാർ പുതിയ ഏതോ അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഒരു വരി ഒന്ന് പറയാമോ ശ്രീ റോണി കെ ബേബി? ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയല്ല. 2007 നവംബർ 13 കൊടുത്ത അഫിഡവിറ്റിലാണ് ഇപ്പോഴും ഇന്നത്തെ LDF സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. പിന്നെ 2016 ഉമ്മൻചാണ്ടി സർക്കാർ പോയതിനു ശേഷം സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കേണ്ട ഘട്ടത്തിൽ സർക്കാർ പറഞ്ഞത് ഞങ്ങൾ മുൻപ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ അഫിഡവിറ്റ് എന്ന് പറയുന്ന ആൾക്കാർ പുതിയ അഫിഡവിറ്റ് കൊണ്ട് വരണം, എന്നിവിടെ വായിക്കണം. ഒരു കാര്യം. രണ്ടാമത്, സുപ്രീം കോടതിയിൽ പിന്നെ യുവതീ പ്രവേശന വിധി അനുവദിച്ച് അതിനുശേഷം സുകുമാരനാര് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ എന്താണ് കാര്യം എന്നുള്ളത്. സർക്കാരിന് പിന്നെയും 2019 ശേഷവും ഫൈനൽ വിധി വന്നു. 2019 പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷവും പ്രവേശിപ്പിക്കാമായിരുന്നു. പക്ഷേ സർക്കാർ പിന്നീട് ഒരിക്കലും അതിന് മുതിർന്നില്ല, തുനിഞ്ഞില്ല. അതാണ് സർക്കാരിനോടുള്ള അദ്ദേഹം പ്രകടിപ്പിച്ച ഐക്യദാർഢ്യം. അത് തുടരുകയാണ് ഇപ്പോഴും. അത് തന്നെയാണ് സർക്കാരിന്റെ തുടർന്നുള്ള നിലപാടും. അതാണ് ആ ആചാരങ്ങൾ വിശ്വാസങ്ങൾ മാനിക്കണം. അതുകൊണ്ട് തന്നെ അത്രയൊരു നിലപാടെടുക്കേണ്ട ഘട്ടത്തിൽ 2007 കൊടുത്ത അഫിഡവിറ്റിൽ തന്നെയാണ് സർക്കാർ ഇപ്പോൾ. അതാണ് ശ്രീ റോണി കെ ബേബി, നോക്കൂ, ഈ 2018 ശേഷം നിങ്ങൾ ഈ പറയുന്ന 2019 കഴിഞ്ഞു. ഒരു സെക്കൻഡ്, എനിക്കൊരു എൻഗേജ്മെന്റ് ഉള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, ശരി, താങ്കൾ ലീവ് ചെയ്തോളൂ. ശ്രീ റോണി കെ ബേബി, നോക്കൂ, സർക്കാർ നേരത്തെ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു, അതിൽ തെറ്റ് മനസ്സിലാക്കി പിന്നീട് അത് വിശദീകരിക്കുന്നു ജനങ്ങളോട്. 2021 തുടർഭരണം ലഭിച്ചു. ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായി ആ നിലപാട് കോടതിയെ അറിയിക്കാൻ പോവുകയാണ് നാളെ. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഇനി സർക്കാരിനെ സംശയം നിലനിർത്തേണ്ടുന്ന കാര്യമില്ലല്ലോ. അതിനുശേഷം ഇങ്ങോട്ട് ഒരു യുവതി പ്രവേശനം അവിടെ നടന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. 2021 തുടർഭരണം കിട്ടി എന്നതുകൊണ്ട് CPM ശബരിമലയിൽ എടുത്ത നിലപാടുകൾക്ക് ഒരു അംഗീകാരമാണ് എന്നോട് വ്യാഖ്യാനിക്കേണ്ടതില്ല. ഈ ശബരിമല വിഷയത്തില് ഇത്രയും കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും രീതിയിലുള്ള സുപ്രീം കോടതിയുടെ വിധി വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ എന്റെ ആരോപണത്തിലൂടെ അടിയുറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ CPM വളരെ തന്ത്രപരമായി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ VS അച്യുതാനന്ദന്റെ കാലത്തെടുത്ത അഫിഡവിറ്റിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് എന്ന് പറയുക. ആ അഫിഡവിറ്റിനെ കുറിച്ച് ഇവിടെ ജയേന്ദ്ര ഭാഷ വായിക്കുകയുണ്ടായി. അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള ലിംഗസമത്വം, സ്ത്രീ പുരുഷ സമത്വം ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു വന്നിട്ട് അവസാനം ഒരു പരാമർശം നടത്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആചാര്യന്മാർ അല്ലെങ്കിൽ അവരുമായി കൺസൾട്ട് ചെയ്യണം എന്ന ഒരു സെന്റൻസിൽ ഇന്ന് മുറുകെ പിടിച്ചുകൊണ്ട് CPM പറയുകയാണ്
ഞങ്ങൾ ഈ പറയുന്ന യുവതീ പ്രവേശനത്തിനെതിരായിരുന്നു എന്ന് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങൾ വളരെ കൃത്യമായി പറയാം, 2016 നവംബർ മാസം 7-ാം തീയതി അത് സർക്കാരിന് വേണ്ടി ജയദീപ് ഗുപ്ത, ആ ജയദീപ് ഗുപ്ത ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ യുവതീ പ്രവേശനത്തിന് പിന്നെ യുവതീ പ്രവേശനം അവിടെ നടക്കണം, അവിടെ യുവതീ പ്രവേശനത്തിന് ഞങ്ങൾ പിന്നെ എതിരല്ല എന്ന് വളരെ കൃത്യമായി തന്നെ ജയദീപ് ഗുപ്ത പറയുന്നുണ്ട്. വീണ്ടും ഞാൻ പറയാം, സുപ്രീം കോടതി അപ്പോൾ ചോദിച്ചു. ആ ജയദീപ് ഗുപ്ത കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, ഇതുവരെ ഞങ്ങൾ എതിർത്തു എന്നാണ് പറഞ്ഞത്. ഇതുവരെ ഞങ്ങൾ എതിർത്തു, അതായത് ഇനി മാറാമെന്ന കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ സൂചിപ്പിച്ചത്. മനു, സമയം തീരെയില്ല, താങ്കൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ 30 സെക്കൻഡ്. ശബരിമല കർമ്മസമിതി ഇരട്ടത്താപ്പാണ് വലിയ കുറ്റമെന്ന നിലയിലേക്ക് 2-3 തവണ അത് ആവർത്തിച്ച് അങ്ങ് പറഞ്ഞു. ശബരിമല കർമ്മസമിതിയെ കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ കോടതിയിൽ പോകുന്നത്. ഇവരുടെ ഇന്റൻഷനും ഇവരുടെ താല്പര്യവും ഇവരുടെ സ്വഭാവവും എപ്പോഴും വിശ്വാസങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM എപ്പോഴും മുൻകൈ എടുത്തിട്ടുള്ളത്. ഈ പോകുന്നതിൻ്റെ പിന്നിലും വോട്ടിനപ്പുറം മറ്റൊരു കാര്യം ഇവർക്കുണ്ടാവാനുള്ള സാധ്യതയില്ല. അതിലും ഒളിച്ചു കിടത്തുന്ന എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങളുണ്ടോ എന്ന സംശയത്തിൽ കക്ഷി ചേർന്ന ഒരു കക്ഷി അവിടെ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കുന്നതാണ്. അതിനെ നിങ്ങൾ മറ്റൊരു തരത്തിൽ ശരിയല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ശരി, എന്തായാലും യുവതി പ്രവേശനത്തിൽ സർക്കാർ യു ടേൺ അടിച്ചു എന്നതാണ് പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ച ചോദ്യം. 90% പേരും പറയുന്നു അതേ എന്ന്, അല്ല എന്ന് പറയുന്നത് 7% പേർ, നിഷ്പക്ഷ അഭിപ്രായം രേഖപ്പെടുത്തിയത് 3% പേർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.